ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു 1/4 കപ്പ് ശർക്കരപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഈ ശർക്കരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതൊരല്പം മധുരം കുറഞ്ഞ ശർക്കരപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ 1/2 കപ്പ് മതിയാവും. ഈ ഈവനിങ് സ്നാക്ക് 4 മണിയൊക്കെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തിയായ ഒരു ഈവനിങ് സ്നാക്കാണ്. ആവിയിൽ പുഴുങ്ങിയാണ് ഇത് നമ്മൾ എടുക്കുന്നത്. ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നന്നായി മെൽറ്റായതിനു ശേഷം ഇത് അരിച്ചെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി അധിക സാധനങ്ങളൊന്നും വേണ്ട. ഒരു ഏത്തപ്പഴം വേണം, കുറച്ച് തേങ്ങ വേണം, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അല്പം ഏലക്കാപ്പൊടി, അത്രയും സാധനങ്ങൾ മതി നമുക്കിതുണ്ടാക്കാൻ. ഈ ശർക്കരയും ഇനിയും ശർക്കര കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അത് വിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കണം, ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്. കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൊടുക്കണം. ഞാനിവിടെ ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ആ ഏത്തപ്പഴം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏത്തപ്പഴമൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ആ സമയം ഈ ഏത്തപ്പഴം ഒന്ന് കുക്കായി വന്ന ശേഷം വേണം നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാൻ. ഈ തേങ്ങാപ്പീരയുടെയും കളറ് ചെറുതായി ഒന്ന് മാറി വന്നാൽ മതി, അധികം ഒന്നും മൂത്ത് പോകരുത്. ഇതെല്ലാം ഒന്ന് നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. ശർക്കരപ്പാനിയെല്ലാം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ തവി കൊണ്ടൊക്കെ ഒന്ന് ഒടിച്ച് കൊടുത്താൽ ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരും. ഇത്രയേ ഉള്ളൂ. ഇതിനായിട്ട് ഇനിയും വലിയ പണിയൊന്നുമില്ല നമുക്ക്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് റോസ്റ്റഡും ചേർക്കാം, അല്ലാതും ചേർക്കാം. എൻ്റെ ഈ റോസ്റ്റഡ് റവയായിരുന്നത്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ മിക്സൊക്കെ ഏകദേശം തയ്യാറായിട്ടുണ്ട്. നല്ലതായിട്ട് ശർക്കര പാനിയൊക്കെ അതിലേക്കെല്ലാം ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവയും 1/2 കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുന്നത് നമ്മളിത് കുഴയ്ക്കുമ്പോൾ നല്ലതായിട്ടൊന്ന് പിടിച്ച് കിട്ടാനാണ് ഇതുമായിട്ട്. അപ്പം ഇതെല്ലാം കൂടി ഇനി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഒരല്പം ബാക്കി വന്ന ശകലം ശർക്കരയോടുണ്ട്, അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് യോജിച്ച് കിട്ടാൻ. ഇതിനകത്ത് ഇച്ചിരി വെള്ളമയം കുറവായിരുന്നു, ഞാനപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഇളക്കി വന്നപ്പം ഒന്ന് കുഴയാൻ അല്പം വെള്ളത്തിൻ്റെ കൂടെ ആവശ്യമുണ്ടെന്ന് തോന്നി. ഞാനൊരു ചെറിയ അളവ് ചൂടുവെള്ളം കൂടി ഇതിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരല്പം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ ശർക്കരപ്പാനിക്ക് ഇച്ചിരി വെള്ളം കൂട്ടിയെടുക്കാമെങ്കിൽ നമുക്കിത് കുഴയ്ക്കാൻ ആവശ്യമായത് കിട്ടും. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇല വാട്ടിയെടുക്കണം. ഇത് മിക്സാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇല വാട്ടിയെടുത്ത് അല്പം എണ്ണ തടവി അതിൽ പരത്തി ഇതുപോലെ മടക്കിയെടുത്ത് നമുക്കൊരു സ്റ്റീമർ ഞാൻ ചൂടാക്കി വെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ട്. സ്റ്റീമറിലേക്ക് പറക്കി വെച്ച് ഇത് നന്നായിട്ട് നമുക്കൊരു 15 മിനിറ്റ് ആവിയിൽ ഇത് പുഴുങ്ങിയെടുക്കണം. നല്ല ഹെൽത്തിയായ ഒരു സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഇത് 1 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണം. അങ്ങനെ നമ്മുടെ രുചികരമായ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്.